തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സൈക്കിൾ റൈഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. കാസർഗോഡ് ഉപ്പള ബോർഡർ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അറൗണ്ട് ബോർഡറാണ്, കർണാടക ബോർഡറാണ്. അപ്പോൾ നമ്മൾ ലോറിക്കാരോട് സ്നേഹമാണ്. നമ്മൾ ഇനി ബോർഡർ ക്രോസ് ചെയ്യുക, കേരളത്തിൻ്റെ ബോർഡർ കർണാടകയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ്. അറിയാതെ ഇപ്പോഴത്തെ സാഹചര്യം RT-PCR അങ്ങനെ തന്നെയല്ലേ പറയാ? RT-PCR നിർബന്ധമാണ് അവിടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പലരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കടത്തി വിടുന്നുണ്ട്, അത് വേറെ വഴിയുണ്ട് എന്നൊക്കെയാണ്. വേറെ വഴിയൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ ആ വഴിക്ക് പോകും, നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ചെക്ക് പോസ്റ്റ് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത് ആ വഴി സ്ട്രൈറ്റ് വഴി പോവും. എന്നിട്ട് എന്തെങ്കിലും ഇനി കടത്തി വിടാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ റൂട്ടിൽ പോവും. മറ്റേ റൂട്ട് ഉണ്ട്, അത് തലപ്പാടിയിൽ നിന്ന് പോണ വഴിയുണ്ട്, അതല്ലാണ്ട് വേറെ റോഡുണ്ട്, ഗാരേജ് റോഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് കടക്കാൻ പറ്റും, അത് വിഷയമല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രൈറ്റ് പോയി നോക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാം. നമ്മളിപ്പോൾ കർണാടക ബോർഡറിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തറയി, ടോളിൻ്റെ അവിടെ തറയി. അറിയില്ല കടത്തി വിടുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. എടുത്താ നമ്മളിതാ ബോർഡർ കടക്കാൻ പോവാണ്. ഇവിടെ ടോൾ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ പണി പ്രശ്നമാവും ചിലപ്പോൾ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റും ടോൾ ഗേറ്റും കടന്നു. ആദ്യം ചെക്ക് പോസ്റ്റ്, പിന്നെ ടോൾ ഗേറ്റ് രണ്ടും കടന്നു. ഇപ്പോൾ തലപ്പാടി ബ്രിഡ്ജ് കടന്നു, ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, സിമ്പിളായിട്ട് കടക്കാൻ പറ്റി. ചോദിച്ചൊന്നുമില്ല. അതെ, കടന്നു. ഭയങ്കര ടെൻഷനായിരുന്നേ എങ്ങനെ ഇത് ചെയ്യുന്നുള്ള കേസിൽ. അപ്പോൾ അത് ഒരു സീനും ഇല്ലാണ്ട് കടന്നു. ഇനിയിപ്പോൾ കൂളായിട്ട് ഇനി പോവാം. ഇനിയിപ്പോൾ ബാക്കി സ്റ്റേറ്റുകളിലൊന്നും ഈ കർണാടകയുടെ അത്ര വലിയ സീനൊന്നും ഇല്ല. ഇനിയിപ്പോൾ അതെ, നല്ല ഹൈവേയാണ്, വലിയ വഴിയാണ്, സുഖമായിട്ട് പോവാം. അതെ, പോക്കറ്റോട് പിടിച്ചിട്ട് പോയാൽ മതി. അങ്ങനെയല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഈ വീഡിയോ വഴിയിൽ കാണാം. അതെ, ഫസ്റ്റത്തെ സ്റ്റേറ്റ് ബോർഡർ ക്രോസിംഗ് ആണ് ഈ യാത്രയിലെ. അതെ അതെ, എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു. അതെ, ഇത് പ്രശ്നം ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ളതാണ്. അല്ല, മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഡ്രൈവർമാരുടെ അടുത്ത് നമ്മൾ പമ്പിൽ അന്വേഷിക്കുമ്പോൾ രാവിലെയും രാത്രി എപ്പോഴും ചെക്കിംഗ് ഉണ്ട് എന്നുള്ള രീതിയാണ്. ഇപ്പോഴും ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത് അവരെ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. നമ്മൾ പോകുമ്പോൾ വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെ റിസ്ക് നമ്മൾ എടുക്കണ്ടല്ലോ, ഇഷ്യൂ ആക്കണ്ടവർ. അതെ, അപ്പോൾ നമ്മൾ കൂളായിട്ട് കടന്നു. ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി കർണാടക കണ്ടതിന് ശേഷം പിന്നെ അങ്ങനെ ഗോവ, മഹാരാഷ്ട്ര അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി വഴിയെ കാണാം. ഇപ്പം നമ്മൾ ഇതാ ഇവിടുന്ന് മംഗലാപുരം തോട് അടുത്തെത്തുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം എന്ന് കരുതി. ക്രിസ്റ്റി എന്നാണ് പേര്. അവിടെ എത്തി പരിചയപ്പെടുത്താം. ഉച്ചയോട് കൂടിയിട്ട് ഇവിടേക്ക് എത്തി. ഇത് ക്രിസ്റ്റി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വണ്ടിയുടെ മേലെ ഉണ്ടായിരുന്നത് ക്രിസ്റ്റി, ഇത് ജോയൽ, പിന്നെ ഇത് സ്റ്റെറിൻ. ജോയൽ കോട്ടയം, സ്റ്റെറിൻ തൃശ്ശൂർ തന്നെ, ചാലക്കുടിയിലെ. ഇത് ക്രിസ്റ്റി നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒപ്പം ഉള്ള ആളാണ്. അപ്പോൾ അവൻ പഠിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ അടുത്തുള്ള ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ
ആ റൂമിൽ അവരെ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ നാളെ രാവിലെ അവിടുന്ന് തിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട് ഉടുപ്പി. അപ്പോൾ നാളെ പരമാവധി ഉടുപ്പിയിലെത്താൻ ശ്രമിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇവരുടെ കൂടെ ഇനി 2 വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ പുറത്തേക്ക് പോയിക്കാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു 6 മണിയൊക്കെ ആയിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെടുക്കുകയാണ്. ഇവിടെ അടുത്താണ് ഹാർബർ, പഴയ ഹാർബർ. ഇനി പുതിയ ഹാർബർ വേറെ ഉണ്ട്. പഴയ ഹാർബറിലേക്ക് ഒന്ന് നടക്കാൻ വേണ്ടി വന്നെടുക്കുക. അപ്പോൾ ആ ഹാർബറിൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. മീനുകളൊക്കെ കണ്ടില്ലേ, ഒരുപാട് മീനുകൾ ഇതാ വരുന്നു. ആളുകൾ ഇവിടുത്തെ ഒരു സംഭവം, ഈ ഭാഗങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഈ മീൻപിടുത്തം, അതായത് ഈ മത്സ്യബന്ധനത്തിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകളുടെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അവർ അത്രയധികം പാർട്ടിസിപ്പേഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മീൻ വിൽക്കാനായാലും. അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ മുഴുവൻ കാണാം. ഇവരൊക്കെയാണ് മെയിൻ കച്ചവടക്കാരൊക്കെയും സ്ത്രീകളാണ്. ലേലം, അതാണ് മീൻ ലേലം. പോയി നോക്കി വരുന്നത്. ഡീസലിന് പ്രത്യേക സബ്സിഡി കൊടുക്കുന്നുണ്ട് മുക്കുവന്മാർക്ക്. ഇവിടെ ലിറ്ററിന് ഡീസലിന് 67 രൂപയുള്ളൂ. ഭയങ്കര വലിയൊരു ഹാർബറാണിത്. സബ്സിഡി അത് ഇവിടെ മാത്രമല്ലേ? ബോട്ടില് ഷിപ്പ് മാത്രം അല്ലെ? ബോട്ടിൽ മാത്രം. പുറത്തെല്ല മാമൂല് റേറ്റ്, അതേ റേറ്റ്. അതേ റേറ്റ് ഇവിടെ മാത്രം, ബോട്ടിന് ആൾക്കാർ മാത്രം. ഇത് ഒരു ബോട്ടിന് എത്ര ലിറ്റർ അടിക്കും? 5000 ആക്കും, 6000 ആക്കും. ലിറ്റർ 6000 ലിറ്റർ. 5000. പൈസ അല്ല, പൈസ അല്ല, 5000 ലിറ്റർ. 5000 ലിറ്റർ ആണോ? 5000, 6000, 5000. അപ്പൊ എത്ര ദിവസം പോവും? 10 നാള്. 10 ദിവസം കഴിഞ്ഞിട്ട് വരികയാണല്ലോ. 6000 ലിറ്റർ എണ്ണാണ് 10 ദിവസം പോയി ഇറങ്ങല്ലേ? ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നല്ല, അത് 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നത് എല്ലാ ബോട്ടും. എല്ലാ ബോട്ടിലും. ഓ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ പോവാ? ഇന്ന് തന്നെ പോവും? ഇന്ന് നൈറ്റ് പോവും. 10 ഡേയ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓ, എത്ര നോട്ടിക്കൽ മൈൽ പോവും? എത്ര നോട്ടിക്കൽ മൈൽ പോവും? എത്ര ദൂരം അറിയില്ല. അത് ബോട്ടാണ് ഡീസൽ ആക്കണം. ഗുജറാത്ത് പോവോ? മഹാരാഷ്ട്ര
ഇപ്പോൾ മംഗലാപുരം പഴയ പോർട്ടിലൂടെയാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ നടന്നു വന്നത്. ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരാളുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഒരു ബോട്ടിൽ ഏകദേശം 5000 ലിറ്റർ 6000 ലിറ്ററോളം ആണ് ഡീസൽ അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിറ്ററിന് ഒരു 15 രൂപ 20 രൂപ സബ്സിഡി ഉണ്ട് സാധാ റേറ്റിനൊക്കെ ആയിട്ടും. ഒരു രണ്ട് പമ്പ് നിന്നായിട്ടാണ് അടിക്കുന്നത്. 2500 എന്ന് വെച്ചിട്ട് 10 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീസൽ ഉപയോഗിക്കുക. ഏകദേശം 10 ആൾക്കാരോളം ഒരു ബോട്ടിൽ പോവും എന്നിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ഈ വന്നുള്ള ബോട്ടുകളെല്ലാതും 10 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നതാണ് മീനുകളായിട്ട്. അപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെതായ തിരക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഈ മീൻ വിൽക്കണേലും അതേപോലെ അത് നമ്മൾ പറയില്ലേ ലേലം വിളിക്കുക ഓഷൻ അങ്ങനത്തെ പരിപാടിയിലൊക്കെയുള്ള ഇവരുടേത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇരുട്ടായി ഏകദേശം. ഇനി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നാളെ കാണാം. ഇന്നിപ്പോൾ ഇവിടെ ക്രിസ്റ്റീൻ്റെ ഒപ്പം രാത്രി അവൻ്റെ ഫ്ലാറ്റിൽ നിൽക്കും. അത് കഴിഞ്ഞ് രാവിലെ എണീച്ച് മൂവ് ചെയ്യും ഓടുന്നു. ഓക്കെ ബൈ.